കപ്പ് എന്ന് പറയുന്ന റിലീസാകാൻ പോകുന്ന മൂവിയുടെ ഒരു പ്രസ് മീറ്റിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഈ ഒരു ഫംഗ്ഷനിലേക്ക് എല്ലാ മീഡിയ ആക്ടേഴ്സിനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ സിനിമയിലെ അഭിനേതാക്കൾ ചിലരുണ്ട്, അതുപോലെ ക്രൂ മെമ്പേഴ്സും ഉണ്ട്. എല്ലാവരും അതേ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സഞ്ജു വി സാമുവൽ, ഈ സിനിമയുടെ ഡയറക്ടറാണ്. എൻ്റെ സ്വദേശം ചീമേനി, പയ്യന്നൂർ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്താണ്. മാരീഡാണ്. അഞ്ചന. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ മൂവി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഓംശാന്തിയായിരുന്നു. അതിന്റെ ഡയറക്ടർ എൻ്റെ ഗുരു ആന്റണി ജോസഫ് സാറാണ്. പിന്നെ അടുത്ത സിനിമ സെക്കൻഡ് ക്ലാസ് യാത്രയായിരുന്നു. അതിനുശേഷം അമർ അക്ബർ അന്തോണി. ഈ 3 സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഡ്യൂസറാണ്. അത് ആൽവിൻ ആന്റണി ആണ്. അദ്ദേഹം അന്യന്യ ഫിലിംസിന്റെ ബ്രാൻഡറായിരുന്നു. ശേഷം ഞാൻ ആദ്യമായി ചെയ്യുന്ന സിനിമ കപ്പ്, അതിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ ഒരു സിനിമയിലേക്ക് ഒരു പ്രൊഡ്യൂസറും കൂടെ വരികയാണ്. അതായത് ആൽവിൻ ആന്റണി സാറിന്റെ വൈഫ് ഏഞ്ചലിന. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനില് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് സന്തോഷം എല്ലാവരും കൂടെ ഒത്തുകൂടി വന്നതിൽ. ഈ ഒരു ഔപചാരികമായി എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ ഏഞ്ചലിന മേരി ചേച്ചി മാഡമാണ്. അതുപോലെ നെക്സ്റ്റ് എൻ്റെ സിനിമാറ്റോഗ്രാഫർ നിഖിൽ എസ് പ്രവീൺ, ഡയറക്ടറും റൈറ്ററും എൻ്റെ ഗുരുവായിട്ടുള്ള ജൂഡ് ആന്റണി ജോസഫ് സാർ, അനിക സുരേന്ദ്രൻ, അതുപോലെ നമിത പ്രമോദ് ആൻഡ് ആനന്ദ് റോഷൻ. ഇവരാണ് ഇപ്പോൾ വേദിയിലുള്ളത്. ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്യു തോമസ് ആണ്. മാത്യു മറ്റൊരു സിനിമയുടെ ഷൂട്ടിലായതുകൊണ്ട് ഇന്നിവിടെ എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ബേസിൽ ജോസഫ് ആണ്. അദ്ദേഹം ഷൂട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ജൂഡ് സാറും ഈ സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പേഴ്സണൽ ഒരു സാറ് വേണം കൂടെ എന്നുള്ള എൻ്റെ ഒരു തീരുമാനത്തിൽ വന്ന് ചെയ്തതാണ്. പിന്നെ ശിഷ്യൻ്റെ ഒരു സിനിമ വരുന്നു. അതിൻ്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ കൂടിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യം ചേച്ചി എല്ലാവരും വെൽക്കം ചെയ്തൊരു പ്രൊഡ്യൂസർ നൽകി. നമസ്കാരം. എല്ലാവരും ഒത്തുചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ ഒരു ചെറിയ പടത്തിൽ നിങ്ങളുടെ എല്ലാവരും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആത്മാർത്ഥമായി ഞങ്ങൾ എല്ലാ ക്രൂവും നന്നായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പുതിയ ഡയറക്ടർ, പുതിയ ഒത്തിരി കുടുംബങ്ങളെ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. അങ്ങനെ അവർ വലിയ വലിയ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കും. എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. നന്ദി. ഓരോരുത്തരായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രോ പോലെ സംസാരിച്ചപ്പോൾ. നമസ്കാരം, എൻ്റെ പേര് നിഖിൽ എന്നാണ്. ഞാൻ സിനിമാറ്റോഗ്രാഫറാണ്. എനിക്ക് തോന്നുന്നത് 2011 തൊട്ടുള്ളൊരു പരിചയമാണ് സഞ്ജുവായിട്ട്. സഞ്ജു നിയോയിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ കൊച്ചിൻ മീഡിയ സ്കൂളിലായിരുന്നു. അന്നോട്ടുള്ളൊരു പരിചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 27 റിലീസ് ചെയ്യുന്ന കപ്പ് എന്ന സിനിമയിൽ വരെ എത്തി നിൽക്കുന്നത്. നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അതിനുശേഷം ഒന്നിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് കപ്പ് എന്നുള്ള സിനിമ യാഥാർത്ഥ്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സഞ്ജു പറഞ്ഞ പോലെ ഞാനൊരു ഗുരു ഒന്നുമല്ല. എൻ്റെ 4 സിനിമകളിൽ വർക്ക് ചെയ്ത് ഒറ്റ അസിസ്റ്റന്റ് ഡയറക്ടറും പിന്നെ രണ്ടാമത് എൻ്റെ കൂടെ വർക്ക് ചെയ്യിക്കാറില്ല. അങ്ങനെ ഒരു ടീമായിട്ടൊന്നും വെക്കാറില്ല. അതുകൊണ്ട് എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സഞ്ജുവിൻ്റെ ആദ്യ സിനിമയാണ്. അപ്പോൾ സഞ്ജു എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വേണം ഒരു പടത്തിൽ ചെറിയ വേഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2012 ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചെന്ന് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടറിയണേ വീണ്ടും പടം ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഈ പടം ഹിറ്റായാലും എല്ലാ ക്രെഡിറ്റും അവനും. പടം എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിൻ്റെ കൂടുതൽ പ്രശ്നമാണ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സഞ്ജു. കാരണം സഞ്ജു എൻ്റെ പടത്തിൽ വരുമ്പോൾ
ഓം ശാന്തി ഓശനിൽ ആദ്യം ക്ലാപ്പ് ചെയ്തിരുന്നത് വേറൊരാളായിരുന്നു. അപ്പോൾ ഒരു മടിയനായിരുന്നു പുള്ളിക്ക് കാലിന് നീരാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ മുങ്ങി. പടം തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുങ്ങി. അപ്പോൾ അങ്ങനെയാണ് വേറൊരാൾ പറഞ്ഞിട്ടാണ് സഞ്ജു വരുന്ന പടത്തിൽ. പക്ഷെ സഞ്ജു വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു ആളാണ്, സിനിമയോടൊക്കെ വളരെ പാഷനുള്ള ഒരാളാണ്. അപ്പോൾ ആ തരത്തിൽ സഞ്ജു ഉടനെ തന്നെ സിനിമ ചെയ്യുമെന്ന് എനിക്കറിയാവുന്നതാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ADസിനടുത്ത് ഞാൻ പറയാറുള്ള ഒരു കാര്യമുള്ളൂ, 3 സിനിമയ്ക്കുള്ള അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് അതിന് മുമ്പ് പടം ചെയ്തോളാം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ കറക്റ്റായിട്ട് 3 സിനിമയൊക്കെ നിർത്തി. അവൻ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ നിർത്തുകയാണ്, എൻ്റെ 3 പടമായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഞാൻ ചെയ്തു. എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിൻ്റെയും പ്രൊഡ്യൂസർ. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആലിഞ്ഞിട്ട് ചേച്ചിയുണ്ട്. അപ്പോൾ അതും വളരെ സന്തോഷമാണ്. അപ്പം ഇങ്ങനെ ഒരു നമ്മുടെ സ്വന്തം ആളുകൾ എന്ന് പറയാവുന്ന ഒരു, പിന്നെ മാത്യു ബേസിൽ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. ബാക്കി നമുക്ക് വഴിയെ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ കപ്പുമുള്ള സിനിമയിൽ ഞാനും ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സഞ്ജേട്ടൻ വന്ന് കഥ പറഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ആൻഡ് അതിൻ്റെ കൂടെ എനിക്ക് ആൻറ്റിയായിട്ടും ആൻറ്റിനായിട്ടും ഒരു ഫാമിലിയായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളതാണ്. സോ ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയത്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സോറി, എനിക്ക് ഇച്ചിരി ഫീവർ ഉണ്ട്, സോ കോഫി വന്നു. പക്ഷെ എൻ്റെ പേര് റിയ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ഫസ്റ്റ് ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ഫിലിം ആസ് ആൻ ആക്ട്രസ്. സഞ്ജു ചേട്ടനാണ് ഡയറക്ടർ. എനിക്ക് ആക്ച്വലി ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആൽവിൻ ആന്റണി അങ്കിൾ കൂടെയാണ്. അവരെൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. സോ അതുവഴി എനിക്ക് ഓഡിഷൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ഉടനെ അതെടുത്തു. ആൻഡ് എനിക്ക് അതിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഈ കപ്പ് എന്ന് പറഞ്ഞ സിനിമ സെപ്റ്റംബർ 27 റിലീസ് ആവാൻ പോവാണ്. ആൻഡ് 2 ദിവസം കൂടെ ഉള്ളൂ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല റിപ്പോർട്ട് വരണമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ താങ്ക് യു. ഒരു സന്തോഷം കൂടെ ഉള്ളത്, റിയയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ ഹാപ്പി ബർത്ത്ഡേ റിയ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രസ് മീറ്റിലിരിക്കുന്നത്. കപ്പ് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൂവിയാണ്. കാരണം ഇതുവരെ എൻ്റെ കരിയറിൽ ഞാനൊരു സ്പോർട്സ് ഡ്രാമ ചെയ്തിട്ടില്ല. എനിക്ക് സഞ്ജുവിനെ കുറേ വർഷങ്ങളായിട്ട് അറിയാം. അതുപോലെ അന്യ ഫിലിംസ് ലീനാൻറ്റിയും ആന്റണിയും ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. നമ്മൾ ഒരുമിച്ച് ഇതിന് മുന്നേയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കഥയുണ്ട് എന്ന് ലീനാൻറ്റി ആന്റണിയും വിളിച്ചു പറഞ്ഞു, കേട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കുറേ വർഷത്തിന് ശേഷം സഞ്ജു എൻ്റെ ഈ കഥ നറേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. നമ്മളെല്ലാവരും, എനിക്ക് ജൂഡായിരുന്നു, അനിക്കയും റിയയ്ക്കായിട്ടായിരുന്നു, മാത്യു ആയിട്ടായിരുന്നു കോമ്പിനേഷൻ. ആദ്യമായിട്ടാണ് ഞാനൊരു കോച്ചായിട്ട് അഭിനയിക്കുന്നത്. സ്പോർട്സ് ഡ്രാമ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു കോച്ചാണ്. അപ്പം ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങൾ ഒരുമിച്ച് വർക്കിംഗ് വിത്ത് ഓൾ ഓഫ് ദം. ആൻഡ് ഐ ഹോപ്പ് നന്നായിട്ട് സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് 27 സിനിമയാണ്. നമസ്കാരം. നമ്മൾ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു പ്രസ് മീറ്റ് ആദ്യമായിട്ടാണ്. സഞ്ജുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കപ്പിലേക്ക് എന്നെ എത്തിച്ചത്. അപ്പം എന്തായാലും ആദ്യമായിട്ട് ഇതുവരെ അതിലൊരു നന്ദിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അത് പറയേണ്ട ആവശ്യവും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ഒഫീഷ്യലി നന്ദി അറിയിക്കുന്നു. ആൽവിൻ സാറിനായാലും ചേച്ചിക്കായാലും നമ്മളെ കൂടെ കപ്പിൻ്റെ ഭാഗമാക്കിയതിൽ. പിന്നെ കൂടുതൽ ഒന്നും ഇപ്പോൾ പറയാനില്ല. ഇതിൽ പ്രവീൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. മാത്യുവിൻ്റെ സിസ്റ്ററെ ഒരു കാമുകനായിട്ട് പേരായിട്ട് നന്നായിട്ട് വന്നിട്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി എന്തായാലും സിനിമ തിയേറ്ററിലെത്തി ഇതൊരു വലിയ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഞാൻ കപ്പ് സിനിമയെ കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞോട്ടെ. മാത്യു തോമസ് ആണ് ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്. അതുപോലെ ബേസിൽ ജോസഫ്, കാർത്തിക് വിഷ്ണു, പിന്നെ ഇവിടെ മൃണാലിനി സൂസൻ ജോർജ്, പ്രവീൺ എന്ന ക്യാരക്ടർ ചെയ്യുന്ന ആളുടെ പേരായിട്ട് അഭിനയിക്കുന്നത്. ഈ ഒരു സിനിമ ഒരു ബാഡ്മിന്റൺ പശ്ചാത്തലത്തിലാണ് എന്ന് കരുതി മുഴുവൻ ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള രീതിയിലല്ല അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു വില്ലേജ് ബാഡ്മിന്റൺ എന്നുള്ള രീതിയിലൊക്കെ ആണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫാമിലിയുടെ ഒരു ഇമോഷൻസും റിലേഷൻ കണക്ഷൻ അതിൻ്റെയൊക്കെ ഒരു ഇമോഷൻ പറയുന്ന അത്തരത്തിലൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു സിനിമയുടെ കഥ പറയുന്നത്. പിന്നെ ഇടുക്കി അടിമാലി ആ ഒരു പ്രദേശത്ത് വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ
സിനിമയുടെ പശ്ചാത്തലവും ഈ വെള്ളത്തൂവൽ എന്ന് പറയുന്ന നമ്മുടെ ബാഡ്മിന്റൺ കോക്ക് തൂവൽ കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ വെള്ളത്തൂവൽ എന്ന് പറയുന്ന സ്ഥലം അതിലേക്ക് ചൂസ് ചെയ്തത്. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സിനിമയാണ്. ഉച്ച കഴിഞ്ഞ് നേരമായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഞങ്ങളായാലും ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നു. ഇനി അതൊന്ന് മാറണം. സോ മീഡിയ നിങ്ങൾക്ക് ഞങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സമയത്തിലേക്ക് കടക്കാം. താങ്ക് യു. യെസ്, അൽഫോൺസ് പുത്രൻ, അൽഫോൺസ് ചേട്ടനാണ് ഈ സിനിമ പ്രസന്റ് ചെയ്യുന്നത്. അത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു സിനിമയുടെ പ്രസന്റർ എന്നുള്ള ഒരു പേര് ഇങ്ങനെ ഒരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്ന പോലെ അല്ല. ഈ സിനിമയുടെ തുടക്കം മുതൽ എനിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ക്യാരക്ടറുകൾ ആരെ കാസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതേപോലെ അതിനുശേഷം നമ്മൾ അന്നേരം പ്രസന്റർ എന്നുള്ള രീതിയിൽ അങ്ങനെ വെക്കാമെന്ന് പരിഗണന ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് തോന്നിയപ്പോൾ ഈ സിനിമ കുറെ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനും ഒപ്പം ഈ അൽഫോൺസ് എന്ന് പറയുന്നത് ഈ കപ്പ് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണിയുടെയും എഞ്ചലിന മേരി അവരുടെ മകളുടെ ഹസ്ബൻഡാണ്. സോ ആ ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. അങ്ങനെ ആ സിനിമയിലേക്ക് ഒന്നെന്ന് പറയാം. സിനിമ കുറച്ചൊന്ന് ലേറ്റായി. ഷൂട്ട് നമ്മൾ 2022 അത് എങ്കിലോടുകൂടെ ഷൂട്ട് പൂർത്തിയായിരുന്നു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാൻ ഇത്തിരി താമസിച്ചിരുന്നു. അത് സാങ്കേതിക കാരണങ്ങളാണ്. അതിനുശേഷം റിലീസ് ടൈമും അതേപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. മൂവി കുറച്ച് മുമ്പ് എല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ലൊരു സമയം റിലീസിന് വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പം ഓണം ആ ഒരു കാലത്ത് ഇറങ്ങേണ്ട തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സിനിമയുടെ. അതുകൊണ്ട് ഈ ഒരു സമയം പിടിച്ചു. അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു ജനുവരിയിലൊക്കെ ഇറങ്ങിയിരുന്നതാണ്. ആ ഒരു ചോദ്യം നേരിടേണ്ടത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു പക്കാർ സ്പോർട്സ് ഡ്രാമ അല്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതൊരു ഫാമിലിയുടെയും സൗഹൃദത്തിന്റെ ഒക്കെ ഇമോഷൻ പറയുന്ന സിനിമ കൂടിയാണ്. അതിൽ തന്നെയാണ് ഹൈലൈറ്റ്. അതിലൊരു പശ്ചാത്തലം ബാഡ്മിന്റൺ ആകുന്നു എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ ഒരു 16-17 വയസ്സുകാരനായിട്ടാണ് മാത്യു ആ സിനിമയുടെ തുടക്കം ആരംഭിക്കുന്നത്. അപ്പൊ അതിൽ അതിന്റെ ഒരു വലിയൊരു ഡ്രീമാണ് ബാഡ്മിന്റൺ പ്ലെയർ ആവുക. അതിൽ എസ്പെഷ്യലി ഇടുക്കി ഡിസ്ട്രിക്ട് വിന്നർ ആകുക, തുടർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിൻ നടക്കുന്ന സമയത്ത് അവൻ അതിലേക്ക് ഒറ്റയ്ക്കൊന്നും നേടാൻ പറ്റത്തില്ല. അപ്പൊ ആ സമയത്ത് അവൻ അതിനുവേണ്ടി തേടുന്ന വഴികളും ആ വഴികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അതിനപ്പുറത്തൊരു കണക്ഷൻ, ഫാമിലിയുടെ ഒരു കണക്ഷനെ കുറച്ചുകൂടെ ഒരു ആ ഒരു പിന്നെന്താ ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ കുറെ കൂടെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ബാഡ്മിന്റൺ പഠിച്ചു. അത് ആക്ച്വലി ഞാൻ വിചാരിച്ചു എനിക്ക് അടിപൊളിയായിട്ട് ബാഡ്മിന്റൺ കളിക്കാൻ പറ്റും. ഞാൻ നല്ല നാടൻ രീതിയിൽ ബാഡ്മിന്റൺ കളിക്കും. ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിക്കല്ലോ, അങ്ങനെയൊക്കെ കളിക്കായിരുന്നു. പക്ഷെ ഇവിടെ വന്ന സഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ട്രെയിനിങ് എടുക്കണം. അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കോച്ച് ഉണ്ട്. അപ്പോൾ അക്കാഡമിയിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഉണ്ണി ഞങ്ങൾക്ക് കുറച്ച് ദിവസം ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ് ഫസ്റ്റ് ദിവസം മനസ്സിലായി ഞാൻ കളിച്ചത് മൊത്തം പൊട്ടത്തെറ്റായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം അവിടെ നിന്ന് ഫ്രം ദി വെരി ബിഗിനിങ് ബാറ്റ് എങ്ങനെ പിടിക്കണം, ലൈക്ക് എങ്ങനെ സർവീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ടേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു തന്നു. അങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ. എനിക്ക് തോന്നുന്നു ഒരു ബേസിക് ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ തരികയാണെങ്കിൽ ആക്ടേഴ്സിന് അത് ഭയങ്കര നല്ലതായിരിക്കും. ആ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതെന്തായാലും വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ സിനിമ റിലീസാട്ടെ. അല്ല, ഞങ്ങൾക്കാണ് കോമ്പിനേഷൻ മൊത്തം. അപ്പൊ അത് ആ ഫിലിമിന്റെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ്. സിനിമ റിലീസൊക്കെ നിങ്ങൾ പോയി കാണും, അപ്പൊ മനസ്സിലാവും.
മാത്യുവിന്റെ നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ട്. റൊമാൻറ്റിക് വേഷങ്ങളുള്ള പലപ്പം തലമുറത്തന്തരങ്ങളായിരിക്കും, പ്രകാശം പറ്റിട്ടായാലും, ക്രിസ്റ്റിയായിരിക്കും, ഒരു ടീനേജ് ബോയുടെ ലവ് സ്റ്റോറി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വേഷത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എത്രത്തോളം ഡിഫറെന്റ് ആണ് ഈ സിനിമയിലെ സോങ്ങിലായാലും ശരി, ട്രെയിലറിലായാലും നമ്മളൊരു വേറെ മാത്യുവിനെയാണ് കാണുന്നത്. അത് വേറെ കഥാപാത്രമാണ്. എത്രത്തോളം പാടായിരുന്നു അങ്ങനെ കഥാപാത്രം മോൾഡ് ചെയ്യാൻ? അത്തരത്തിലൊരു കോംപ്ലിമെന്റ് പറയുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇതിന്റെ തുടക്കം മുതൽ മാത്യു അത് മുമ്പ് ചെയ്തിപ്പം പറഞ്ഞ സിനിമകളിൽ ഈ റോംകോം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ്. അപ്പൊ ഇതില് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിപ്പം ബാഡ്മിന്റന്റെ കാര്യത്തിലായാലും മാത്യുവിന് നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മളൊരു 2 months അടുത്ത് ഒരു ട്രെയിനിങ് മാത്യുവിന് കൊടുത്തിരുന്നു. അത് ഏറ്റവും നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അത് സിനിമയിലെ കളിയുടെ പോർഷൻ അങ്ങനെ ഭീകരമായിട്ടുള്ള സിനിമ അല്ലെങ്കിൽ പോലും അതിൽ അവൻ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മാത്യുവിന് തന്നെ പേഴ്സണലി ഒരുപക്ഷെ നമ്മൾ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം ചില സിമിലാരിറ്റി ഈ ലവ് ട്രാക്കിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പൊ അതൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ പറയുന്നതും ഒരു ലവ് ട്രാക്കിനപ്പുറത്ത് അവൻ്റെ ഒരു എയിം, പാഷന് സിനിമ അതാണ് പറയുന്നത്. ഒരു പക്ഷെ അതിലേക്ക് അവൻ കൂടുതൽ എയിം വെച്ചുകൊണ്ട് പെർഫോം ചെയ്തതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഡിഫറൻസ് ഫീല് വന്നിട്ടുണ്ട്. നിങ്ങളത് എടുത്തു പറയുമ്പോൾ ഒരുപാട് സന്തോഷം. 27-ാം തീയതി മറ്റു ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ കണ്ടുപിടിക്കാനായിട്ട്. കുറച്ച് നേരത്തെ ഇറങ്ങിയതെങ്കിൽ ഒന്നുകൂടെ സേഫ് ആകുമായിരുന്നു തോന്നുന്നുണ്ടോ? അതിപ്പം ഓണത്തിന് ഇറക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതേപോലെ എനിക്കൊരു പേഴ്സണൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഈ കുറച്ചും കൂടെ വലിയ സിനിമകൾ ആ സമയത്ത് വരുന്നതുകൊണ്ടും തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു പോകണ്ട എന്നുള്ള തീരുമാനം കൊണ്ട് ഈ ഒരു സമയത്തേക്ക് മാറ്റിയതാണ്. അങ്ങനെയൊന്നുമില്ല. പ്ലാൻ എന്തിൻ്റെ അടിയായി മാറിയിട്ടൊന്നുമില്ല. ഞാൻ പ്രോജക്റ്റിലേക്ക് വന്നത് പറഞ്ഞ പോലെ ലീനാൻഡി മാനേജിങ് വഴിയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഫാമിലി ആയിട്ട് നോൺ ഈച്ച് അതർ ഫോർ എ ലോങ് ടൈം. അപ്പം അങ്ങനെ സഞ്ജയ് ചേട്ടൻ വന്ന് പറഞ്ഞു കഥ. ഒരു ചെറിയ റോളാണെങ്കിലും ഒരു നൈസ് സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഇതിലേക്ക് വരുന്നത്. എനിക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് പണ്ടേ തൊട്ട് എനിക്ക് നമി ചേച്ചിനെ അറിയാം. സോ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ സ്പേസും ഉണ്ടായിരുന്നു. സോ എനിക്ക് നമ്മള് BTS ടൈമിലൊക്കെ നല്ല കുറച്ച് ഫണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ അഭിനയിക്കുമ്പോ നന്നായിട്ട് എനിക്ക് നല്ല സ്പേസ് തന്നു. സോ എനിക്കൊരു ഫിയറോ ഒരു പേടി തോന്നിയില്ല. ഒരു ഫസ്റ്റ് സീൻ ഫസ്റ്റ് ടേക്ക് അങ്ങനെ ഒരു പേടി തോന്നുന്നു. എനിക്ക് ഒരു റീഅഷുറൻസ്, എനിക്കൊരു നല്ല സ്പേസ്, ഗുഡ് സ്പേസ് ഫോർ ഹെൽപ്പ് അങ്ങനെയായിരുന്നു. സോ അങ്ങനെ പിടിച്ചു നിൽക്കാൻ അങ്ങനെ ഒരു പേടിയൊന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് വെരി ചിൽ. നമസ്കാരം. ഇപ്പം താങ്കളുടെ ശിഷ്യനായിരുന്നല്ലോ നമ്മുടെ ആ സമയത്ത് ലൊക്കേഷൻ നമ്മൾ അറിയാലോ, തിരക്കുകളായിരിക്കും, ദേഷ്യപ്പെടുകയും വഴക്കുറയൊക്കെ ചെയ്യണം. അതിനെന്തെങ്കിലും പരമിട്ടുണ്ടായിരുന്നോ? ഞാനെങ്ങനെ തോന്നി എന്നെ വിളിച്ചപ്പോൾ സാർ വന്നേ പറ്റുള്ളൂ, ചെറിയ വേഷം അഭിനയിക്കാം. അപ്പം ഞാൻ ചോദിക്കും, നിനക്ക് എന്നെ ലൊക്കേഷനിൽ ചീത്ത പറയാനല്ലടാന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അവൻ ഭയങ്കര കൂളായിരുന്നു. ഞാനും അങ്ങനെ വെറുതെ ഒന്നും ചീത്ത പറയാറില്ല. കറക്റ്റ് ജോലി എടുക്കാത്തവർ മാത്രമേ ചീത്ത കേൾക്കാറുള്ളൂ. സഞ്ജു ചീത്ത കേട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, സഞ്ജുവും അങ്ങനെ നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് സമയത്ത് എല്ലാം തുടങ്ങും. ഷോർട്ട് ഡിവിഷൻ ആയാലും അവന് കൃത്യമായിട്ട് എല്ലാത്തിനും കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് വേണം മുന്നിട്ട് ക്ലൈമാക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുണ്ട്. ഇന്നും പക്ഷെ വളരെ കൈയടക്കത്തോടെ തന്നെ സഞ്ജു എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ സീൻ മാത്രം അറിയാം ഈ സിനിമയെ കുറിച്ച്. അപ്പം ഞാൻ ചോദിച്ചില്ല എന്താ സംഭവിക്കുന്നത്. ഞാനവിടെ വരിക, അപ്പോൾ എനിക്ക് അപ്പം തന്നെ വണ്ടി കയറി പോകാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിന് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ സംസാരിച്ചപ്പോൾ മാത്യു ഉണ്ടായിരുന്നു, ഗുരു സോമസുന്ദരൻ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഒരു കോച്ചായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല എങ്ങനെ കളിക്കേണ്ടത്. പക്ഷെ അവിടെ നിന്ന് പിള്ളേരൊക്കെ നല്ല രീതിയിലൊക്കെ ബാഡ്മിൻ്റൺ കളിക്കുന്നു. നല്ലൊരു ഇതായിരുന്നു. പക്ഷെ എൻ്റെ ടൈമിങ് മാറിപ്പോയി. ഞാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്കുന്ന വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല.
പലപ്പോഴും പല സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ വിജയിക്കും, അല്ലെങ്കിൽ അത്രത്തോളം എഫേർട്ട് ഇട്ടണം. പക്ഷേ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഏത് സിനിമ വിജയിക്കണം തോക്കണം എന്നുള്ളത്. എന്നാൽ കൂടുതൽ പ്രൊമോഷൻസ് ചെയ്ത് തന്നെ ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന പല ചിത്രങ്ങളും വിജയിക്കുന്ന കാണാറില്ല. ഇപ്പൊ തന്നെ ഇപ്പൊ ഓണത്തിന് ഇറങ്ങിയ നല്ല ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ വാട്ടോട്ടൊക്കെ പോകുന്ന ചിത്രങ്ങളുണ്ട്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വലിയ വിജയം നേടിയ സിനിമകളും ഉണ്ട്. അപ്പം ഒരു സിനിമയെ വിജയിപ്പിക്കാനായിട്ട് പ്രൊമോഷൻസ് എന്താ പറയുക വലിയൊരു ഘടകമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്? അല്ല, പ്രൊമോഷൻ വേണം, പക്ഷെ നമുക്കൊരു പ്രൊമോഷൻ കൊണ്ട് മാത്രം ഒരു നല്ല സിനിമ വിജയിക്കില്ല. ഒരു നല്ല സിനിമയാണെന്ന് അതിൻ്റെ കണ്ടന്റ് തന്നെയാണ് എല്ലാ കാലത്തും സംസാരിക്കുകയുള്ളൂ. അല്ലേ, നമ്മൾ വേറെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ പടം നല്ലതാണെങ്കിൽ എന്തായാലും ഓടും. എന്താ പറയുക, നമ്മുടെ സിനിമകളായപ്പോലും നമ്മൾ ഫസ്റ്റ് ഡേ ഒത്തിരി ആൾക്കാർ പ്രതീക്ഷകൾ വരുന്ന സമയത്ത് ആരും ഉണ്ടാവാറില്ല തിയേറ്ററിൽ. പക്ഷേ ഒരു ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഒരു നോൺ ഷോ ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് ആൾക്കാർ പറഞ്ഞ് കേട്ട് അങ്ങനെ തന്നെയാണ് പടം ഹിറ്റാവുന്നത്. ഇപ്പോൾ എല്ലാ സിനിമകളും അങ്ങനെ, ഏത് വലിയ സിനിമ എടുത്താലും ചെറിയ സിനിമ എടുത്താലും കണ്ടന്റ് വളരെ നല്ലതാണെങ്കിൽ സിനിമ എന്തായാലും ഓടും. ഈ പ്രൊമോഷൻ അതിന് ഒന്ന് പുഷ് ചെയ്യും എന്ന് മാത്രം. തമിഴ് ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങൾ നോക്കിയാൽ കുറച്ചുകൂടി ഡെപ്ത് ഉണ്ട്. നമ്മൾ ഓർത്ത് വെക്കുന്ന ടൈപ്പ് കഥാപാത്രങ്ങൾ ഇപ്പം മലയാളത്തിൽ ചെയ്യുന്ന നല്ല കഥാപാത്രങ്ങളാണ് തീർച്ചയായും. പക്ഷേ ഇച്ചിരി കൂടെ ഡെപ്ത് ഉള്ള ഡീപ്പായിട്ടുള്ള കഥാപാത്രങ്ങൾ തമിഴ് ചെയ്യുന്ന ഫീൽ ചെയ്യാറുണ്ട്. അപ്പം മലയാളത്തിൽ എന്തുകൊണ്ട് ഇതുപോലത്തെ കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല? കുറച്ച് അല്ലെങ്കിൽ ഈ സ്ഥിരം റൊമാൻറ്റിക് അല്ലാത്ത ടൈപ്പ് ഇച്ചിരി ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ? തമിഴിൽ അങ്ങനെ കിട്ടിയത് മൈ ലക്കാണ്. നല്ല സ്ക്രിപ്റ്റ്സ് കിട്ടി, വലിയ വലിയ ആൾക്കാരോട് അഭിനയിക്കാൻ കിട്ടി. സോ ദാറ്റ്സ് ഓൾ പ്യുവർലി ലക്ക് ആൻഡ് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പക്ഷെ മലയാളത്തിൽ ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈയിടെയായിട്ട് ഞാൻ വെയിറ്റിംഗ് നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി. അങ്ങനെ നല്ലത് കിട്ടിയാൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സ്ക്രിപ്റ്റിന് അതിന് വേണ്ടിയിട്ട്. ഡയറക്ടറിനോടാണ് ഈ നമ്മൾ സ്പോർട്സ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു സിനിമയൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സ്പോർട്സ് ഡ്രാമകൾ, ആളുകളുടെ സ്പോർട്സ് ജീവിതങ്ങൾ ഉണ്ടാവില്ല. അപ്പം ഉദാഹരണത്തിന് പി വി സിന്ധു ഒക്കെ അറൗണ്ട് 56 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് അവർ ഓരോ വട്ടവും ബാഡ്മിൻ്റൺ കോർട്ടിലേക്ക് പോയിരുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഫാമിലി അത്രയും ഇൻവോൾവ് ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള അങ്ങനത്തെ എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസ്റ്റൻസുകൾ എടുത്തിട്ട് അങ്ങനെ ലെജൻസിൻ്റെ എന്തെങ്കിലും എടുത്തിട്ട് കപ്പിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്? മാത്യുവിന്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല. അത് ഇതിന്റെ റൈറ്റേഴ്സ് ഡെൻസൺ ഡ്യൂറോം, അഖിലേഷ് ലതാരാജ്. അപ്പോൾ അവർ എല്ലാവരും ഷട്ടിൽ കളിക്കുന്ന ആൾക്കാർ, ബാഡ്മിൻ്റൺ കളിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ പറയുന്ന മെയിൻ പ്ലെയേഴ്സ് അല്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണ കളിക്കുന്ന ആളുകളുടെ ഇൻസിഡൻസ് നമ്മൾ മാത്യുവിന്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചോദിച്ച പോലത്തെ ഒരു നമിതയുടെ കോച്ച് ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സെർച്ചിങ് ഉണ്ടായിരുന്നു. ആ സെർച്ചിങ്ങിന്റെ ഭാഗമായിട്ട് അതിന് അങ്ങനെ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഇറങ്ങുന്ന സ്പോർട്സ് ഡ്രാമകളിലൊക്കെ തന്നെ തമിഴിൽ നിന്ന് വരുന്ന ഇത് സ്പോർട്സ് ഡ്രാമ എന്നാണ് കാറ്റഗറൈസ് ചെയ്യല്ല, എന്നാൽ പോലും സ്പോർട്സ് ഇൻവോൾവ് ആയിട്ടുള്ള സിനിമ. ഇപ്പം ലബർ പന്ത് എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിൽ റിസീവ് ചെയ്തിരിക്കുന്നു. ആ സിനിമ മൊത്തമായി സ്പോർട്സ് ഡ്രാമ അല്ലെങ്കിൽ സ്പോർട്സ് ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ സാർപ്പട്ട് പറമ്പേ സ്പോർട്സ് ഇൻവോൾവ് ആണ്. ഈ സിനിമകൾക്കൊക്കെ തന്നെയും അവർ പറഞ്ഞു വയ്ക്കുന്ന അവിടുത്തെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും, അവിടുത്തെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി സ്പോർട്സിൽ വിൻ ചെയ്യണമെങ്കിൽ ടാലന്റ് തന്നെയാണ് മാറ്റർ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവും. കപ്പിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഫാമിലിയുടെ പൊളിറ്റിക്സ് പറയുന്നുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ചോദിച്ച പോലെ ഇല്ല, ഞാൻ അതിനൊരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കത് ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഒരു നാട് തന്നെ ഒരാളുടെ കളിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന അതൊരു പൊളിറ്റിക്സ് ആണല്ലോ. അപ്പോൾ ആ തരത്തിലാണ് അതിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഉണ്ടല്ലോ, അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരാൾക്കൊരു സിനിമ ഇഷ്ടപ്പെടാതിരിക്കുക അയാളുടെ മാത്രം ചോയ്സാണ്. അയാൾക്ക് അതിനെക്കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് 1000 ദിവസമായാലും പടം ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും എപ്പോഴാണെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്താ പറയുക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരിക്കലും ഒരു മോശം സിനിമേനെ എഴുതി വിജയിപ്പിക്കാനോ ഒരു നല്ല സിനിമേനെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞു തോൽപ്പിക്കാനോ സാധിക്കില്ല. പിന്നെ അതിന് പറയുന്നുണ്ടാകുന്ന വിവാദങ്ങൾ അറിയാലോ, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. നമ്മളിപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ, കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറെ ആൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിഷമം വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന
പ്രതികരണങ്ങളായിരിക്കും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ജൂഡ് സർ, ഈ രജനീകാന്ത് സാറുമായിട്ടൊരു ഫോട്ടോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അത് ഒരേ സമയം മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ആദരവുമാണ്, എന്നാൽ പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റും കൂടിയാണ്. കാരണം അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച ഒരാളെ അങ്ങനെ ആദരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, നെൽസനെ അങ്ങനെ വിളിച്ചിരുന്നു, അങ്ങനെ ലോകേഷിനെ അങ്ങനെ വിളിച്ചിരുന്നു, അങ്ങനെ വിളിക്കുന്നവരൊക്കെ ആയിട്ട് രജനീകാന്ത് സാർ പടം ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം മലയാള സിനിമയെ പറ്റിയിട്ടോ 2018 പറ്റിയിട്ടോ എന്താ പ്രിസൈസ് ആയിട്ട് പറഞ്ഞതെന്ന് ഷെയർ ചെയ്യാം. 2018 കണ്ടിട്ട് സാറ് പറഞ്ഞത് അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളൊരു ടാങ്ക് ഉണ്ടാക്കി, ടാങ്കിലാണ് നിറച്ചത്, വീടുകൾ വെച്ചു. ഞാൻ ഫുൾ കഥ പറഞ്ഞു പടം ഷൂട്ട് ചെയ്തതിന്. സാറ് പറഞ്ഞത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്, ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. ലൈക്കൊക്കെ ആയിട്ട് അഗ്രിമെന്റ് വന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജു ചെയ്യുന്ന പോലെ സഞ്ജു വളരെ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് പറഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി മാത്രം ഒരു പ്രസ് മീറ്റ് ഇടുകയും എന്താ പറയുക, ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ട് കുറേ ഇങ്ങനെ പറയേണ്ടി വരും, അതുകൊണ്ടാണ് സോറി. മലയാളത്തിൽ ഇപ്പൊ ചെയ്യുന്ന പടങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ബിസിനസ് കൊണ്ട് തിരക്കുള്ളതായതാണോ സെലക്ട് ചെയ്യുക? എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടും ഒരു വർഷം ഒരു 2 പടം 3 പടമൊക്കെ ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് സ്കൂളിങ് അങ്ങനെ ഓരോ സമയത്തും എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിൽ ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് റിലീസാവുകയാണ്, നെക്സ്റ്റ് മന്ത് റിലീസുണ്ട്. പിന്നെ നല്ല സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ചെയ്യാം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ. ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് എനിക്ക് സിനിമ അങ്ങനെ ആലോചിക്കുന്ന ഒരാളൊന്നുമില്ല. ഓഫ്കോഴ്സ് ബിസിനസ് ഉണ്ട്, അത് നോക്കുന്നുണ്ട്. സിനിമ വരുമ്പോൾ അത് സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടമുള്ള സിനിമകൾ സമയം എടുത്ത് ചെയ്യുന്നുണ്ട്. സിനിമ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഫോർ മീ ഇറ്റ്സ് എൻ ആർട്ട്, അതൊരു കലയാണ്. അത് മാക്സിമം നല്ലോണം ചെയ്യാൻ നോക്കുന്നുണ്ട്. കപ്പിൽ ഓഫ് കോഴ്സ് എനിക്ക് സഞ്ജു നറേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയലോഗ്സ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നും നമുക്ക് കേൾക്കുമ്പോൾ. സഞ്ജു എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ടായിരുന്നു ആ കഥ നറേറ്റ് ചെയ്തത്, സ്പെസിഫിക്കലി എൻ്റെ ഡയലോഗ്സ് നറേറ്റ് ചെയ്തത്. അപ്പം എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ചില ഡയലോഗ്സ് സഞ്ജുവിൻ്റെ കഴിവാണോ എനിക്കറിയില്ല, ചില ഡയലോഗ്സ് പറയുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരും എൻ്റെ ഒരു പോർഷനിൽ. അപ്പോൾ അത് ഈ സ്ക്രിപ്റ്റിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തൊരു മെയിൻ ഫാക്ടറാണ്. പിന്നെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് ഓരോരുത്തരുടെ പ്രോസസ്സാണ്. ഇൻ ജനറൽ ഞാൻ എങ്ങനെ ഇപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കും, ഒരു 2-3 ദിവസം ഞാൻ സമയം ചോദിക്കും. അത് കഴിഞ്ഞ് ഞാൻ മൊത്തം വായിക്കും. ഞാൻ ആം എ റീഡർ. ഞാനത് മൊത്തം വായിച്ചു കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് അപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ സിനിമ ചെയ്യും. കാരണം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഓരോന്നാണല്ലോ സിനിമയെ പറ്റി. വളരെ സിമ്പിൾ പ്രോസസ്സാണ്, ഭയങ്കര ആധ്യാത്മികമായിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ് ബാഡ്മിന്റൺ? നമ്മളൊരു ഫുട്ബോൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഓരോ പ്രേക്ഷകനും അവസാന നിമിഷം എന്ത് നടക്കുമെന്ന് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഒരു ആകാംക്ഷ ഉണ്ടാവും, ഉൾത്തി ഉണ്ടാവും. അപ്പം ഇത് ബാഡ്മിന്റൺ എന്തുകൊണ്ടാണെങ്കിൽ ഒരു കപ്പറത് എടുക്കാൻ അങ്ങനെ സ്പോർട്സ് എടുക്കാൻ കാരണം എന്താണ്? ബാക്കിയുള്ള സ്പോർട്സിനെ കാണുന്നത് അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ സിനിമയിൽ അസിസ്റ്റ് ചെയ്ത ശേഷം ജൂഡ് സാർ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് 3 പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ ഡയറക്ടർ ആവണം എന്നുള്ളത്. ഞാനും അങ്ങനൊരു ഡിസിഷൻ എനിക്കും ഉണ്ടായിരുന്നു. തുടർന്ന് പടം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഞാൻ മറ്റൊരു സ്ക്രിപ്റ്റായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ സിനിമ നടന്നില്ല, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി, പക്ഷെ നടന്നില്ല. പിന്നീട് ആ മുന്നോട്ട് പോയ അത്രയും നേരത്തെ കാര്യങ്ങളുടെ സംഭവങ്ങളൊക്കെ ഞാൻ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഇതല്ല വേണ്ട മറ്റൊരു സബ്ജക്റ്റ്, അതായത് എന്തെങ്കിലും സ്പെഷ്യലി പറയാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മലയാളത്തിൽ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒന്നിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണല്ലോ എന്ന് തോന്നി. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആർട്ടിസ്റ്റിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഒരു യാത്രയുണ്ടല്ലോ, അത് ചില സമയങ്ങളിൽ ഒന്നും അതിനനുസരിച്ച് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ചേതൻ. അപ്പം ഗപ്പി സിനിമയിലെ ചേതൻ. അപ്പം ചേതനെ വെച്ച് ചേതന എനിക്ക് പരിചയമുണ്ട്. ഈ സിനിമയിലെ തന്നെ കാർത്തിക്, വിഷ്ണു അവരെല്ലാം ഗപ്പിയിൽ ഒന്നിച്ചുണ്ടായിരുന്നവർ. അപ്പം ആ തരത്തിൽ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് എനിക്ക് പരിചയമുള്ള ഒരു ആക്ടറിനെ വെച്ചൊരു സിനിമ ചെയ്യാമെന്നുള്ള തരത്തിലാണ് ഞാൻ ഈ ഒരു കഥയുടെ ഒരു ഓൺലൈൻ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ചേതന വെച്ചുള്ളൊരു സിനിമ അത്
അതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണമല്ലോ എന്നുള്ള തോന്നലിലാണ് ബാഡ്മിന്റൺ ഞാൻ നോർമലി കളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു തോട്ടിലോട്ട് പോകുന്നത്. എന്തുകൊണ്ട് ക്രിക്കറ്റ്, ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി മലയാളത്തിൽ അത്തരം സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്പെഷ്യലി ഒന്നും കാണിക്കാൻ അതിനകത്ത് മേ ബി ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാഡ്മിന്റണിലേക്ക് പോയി. പിന്നെ എന്നെ സംബന്ധിച്ച് മറ്റേ തൂവല്, പറക്കുക, ഉയരുക ഇങ്ങനെയുള്ള വേർഡ് പോലും എനിക്ക് ഭയങ്കര ഫീല് തരുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ബാഡ്മിന്റണിലേക്ക് എത്തുന്നു. അപ്പം ചേതനമായിട്ടാണ് ഞാനിത് ചേതനൊപ്പം ഒരു സിനിമ ചെയ്യണം. അത് ഇന്നും എൻ്റെ ഒരു ഡ്രീമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ചേതനമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ നിന്ന സമയത്ത് അത് നടന്നില്ല. അത് വേറൊരു കാരണം കൊണ്ടൊന്നും നടന്നില്ല. അപ്പം ചേതൻ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ചേതന ചെയ്യാൻ പറ്റിയില്ല ആ സാഹചര്യത്തിൽ. അങ്ങനെ വന്നപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഒരു പടം ഇറങ്ങിയിട്ട് പിന്നെ ചെയ്യാൻ ഇറങ്ങിയിട്ട് നടക്കാതെ വരികയും വീണ്ടും ഗ്യാപ്പ് വരുന്നത് കൊണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ്ലി അത് ചെയ്യുകയും വേണം. ആ സമയത്ത് ആരാണ് ഇനി ചെയ്യാം എന്നുള്ള തരത്തിൽ ചിന്തിച്ചപ്പോഴാണ് മാത്യുവിലോട്ട് ചിന്തിക്കുന്നത്. കാരണം അതുവരെ മാത്യുവിനെ ചിന്തിക്കാത്തത് എനിക്ക് ചേതന വെച്ച് ചെയ്യണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് ദെൻ മാത്യുവിൻ്റെ അടുത്ത് ഉടനെ എങ്കിലും ചേതന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഉടനെ തന്നെ മാത്യുവിലോട്ട് പോയതാണ്. മാത്യു ഇപ്പം ഇമ്മീഡിയറ്റ്ലി ഒരു 2 ദിവസത്തിനുള്ളിൽ യെസ് പറയുകയും പിന്നീട് അങ്ങനെ മൂവ് ചെയ്തത്. അപ്പൊ ഇതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി എന്ത് കാണിക്കാം എന്റെ ആദ്യ സിനിമയിലേക്ക് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ബാഡ്മിന്റൺ വന്നത്. ജൂഡാനടി ജൂഡിന്റെ തന്നെ 4 സിനിമകളിലെ 3 സിനിമകളും സ്ത്രീകളെ പറ്റിയാണ്. അപ്പോൾ ഈ മലയാള സിനിമ ഇപ്പോൾ ഏറ്റവും വിപ്ലവകരമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചർച്ചയാവുന്നത് സ്ത്രീ സുരക്ഷ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ കണ്ടെത്തലുകളുടെ ആളുകളിലേക്ക് എത്തുമ്പോൾ സിനിമകൾ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും സിനിമാക്കാരോട് അല്ലെങ്കിൽ സിനിമ മേഖല വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അവരുടെ സ്വഭാവശുദ്ധിയെ പറ്റി ആളുകൾക്ക് സംശയങ്ങളുണ്ട്, ആളുകൾക്ക് അരക്ഷിതാവസ്ഥയുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാവി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പരിവർത്തനം എന്തായിരിക്കും എന്നാണ് ജൂഡ് ആന്റണി എന്ന വ്യക്തി സിനിമാക്കാരൻ വിശ്വസിക്കുന്നത്? ഇതിലങ്ങനെ പരിവർത്തനം സ്വയമേ ഉണ്ടാവേണ്ടതാണ്. ഇപ്പൊ ഒരു പുറത്തുനിന്ന് ഒരു ആളുകൾക്ക് വന്ന് ഒരു അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബോധമില്ലാത്ത ആളുകളല്ല സിനിമ ഇൻഡസ്ട്രിയിലുള്ളത്. അവർക്ക് സ്വയം അറിയാം. ഈ പറഞ്ഞ പോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല. ഞാൻ അസിസ്റ്റന്റായിട്ട് വന്ന കാലം മുതൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാൾ സംസാരിച്ചാൽ അപ്പോൾ തന്നെ സ്പോട്ടിൽ മറുപടി കിട്ടുന്ന തരത്തിലുള്ള സ്ത്രീകളായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ പടത്തിൽ വർക്ക് ചെയ്ത ആരായാലും ഇപ്പം എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന അശ്രീ ആയാലും അപർണ ബാലമുരളി, അന്നാബൻ അല്ലെങ്കിൽ തൻവീറാം, അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആളുകളാണ്. ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല. അതിനർത്ഥം ഇല്ല എന്നല്ല. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം എന്ന് പുറത്തുനിന്ന് ആളെ ചെയ്യേണ്ട ആവശ്യം സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടേണ്ട ഗതികേട്ടിലൊന്നും ആരും ഉണ്ടാവില്ല. അതാരും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നുമില്ല. പിന്നെ പണ്ട് ചെയ്തിട്ട കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ ഒരു ആണിനെ മെയിൻ ഹൈലൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഒന്നും ഞാൻ എൻ്റെ അടുത്ത് ധന്യവർമ്മ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാറാസില. അപ്പോൾ ശരി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ശരിക്കും ആളായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്താ പറയുക ഒരു 2 പക്ഷമായിട്ട് നിൽക്കാത്തത്. നിങ്ങൾ ഒരാളുടെ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് സ്ത്രീയാണോ പുരുഷനാണോ നോക്കുന്നില്ല, അവർ ഒരു വ്യക്തിയായിട്ട് കാണുക എന്ന് പറഞ്ഞ പോലെ. ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത്. പൂജ മാത്യു എന്നുള്ളൊരു കുട്ടിക്ക് തോന്നുന്ന ഒരു ഇഷ്ടം, അവൾക്ക് ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ന് മുത്തശ്ശേരിയായാലും എനിക്കൊരു പ്രായമുള്ള ഒരു അമ്മച്ചിക്ക് കുറെ ആഗ്രഹങ്ങൾ ചെയ്യണമെന്ന ഒരു ആഗ്രഹം, അത് എനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ്. സാറാസായാലും എന്താ പറയുക ഒരു കുട്ടിക്ക് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കാണുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2018 എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് എനിക്ക് തോന്നിയൊരു കഥയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് കഥകളാണ്, അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടുള്ളൂ. ഇപ്പോൾ മമ്മൂക്കനെ വെച്ച് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, ലാലേട്ടനെ വെച്ച് സിനിമ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല. കഥകൾ ഞാൻ അന്വേഷിക്കും, അതിനകത്ത് ഇവർ പറ്റുമോ നോക്കുന്നല്ലാതെ അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ സിനിമകളെന്ന് നിങ്ങൾ പറയുന്ന സിനിമകൾ സംഭവിച്ചു പോകുന്നത്. അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയുക ദ്രോഹിക്കാനോ നന്നാക്കാനോ ഒന്നും ഞാനായിട്ടൊന്നും ചെയ്യാറില്ല, സിനിമകൾ ചെയ്യാറില്ല. പിന്നെ പരിവർത്തനമൊക്കെ സ്വയം എല്ലാ മേഖലകളിലും സ്വയം ശുദ്ധീകരണം ഉണ്ടാവുന്നുണ്ട് എല്ലായിടത്തും. നമ്മളത് പ്രത്യേകിച്ചൊരു ടീം പുറത്തുനിന്ന് ചെയ്യേണ്ട ജോലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
വലിയൊരു വിജയം മാറട്ടെ. കാണാൻ ഒരു പ്രേക്ഷകരുണ്ട്. ഡെബ്യൂട്ട് മൂവിയാണ്. സോ ഇതിൽ തുടങ്ങുന്നു എൻ്റെ സിനിമ രംഗത്തെ വളർച്ചയും പരിപാടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളത് വലിയ നീഡായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതൊരു ഓണം കഴിഞ്ഞെങ്കിൽ പോലും ആ ഒരു കാലഘട്ടമാണ്. സോ സിനിമകൾ കുറച്ചുകൂടെ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് കാണുമ്പോൾ കണ്ടന്റിന് കുറച്ചുകൂടെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വളരെയധികം ഉണ്ട്. അപ്പോൾ അതുപോലെ ആ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്, കണ്ടന്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള. അപ്പം തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളത് ഹാപ്പി ആക്കും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്